സുഭാഷിതം. ഞാൻ ഏകാന്തതയിലിരിക്കുമ്പോഴാണ് ഏറ്റവും മികച്ച വ്യക്തിയാകുന്നതെന്ന് പറഞ്ഞത് വിശ്വനാടകകൃത്ത് വില്യം ഷേക്സ്പിയർ. പൂക്കളും മരങ്ങളും സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും നിശബ്ദം ചൈതന്യം ചൊരിയുന്നത് ഏകാന്തതയിലെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. നിശബ്ദതയിലാണ് നമുക്ക് ആത്മാക്കളെ സ്പർശിക്കാനാവുന്നതെന്ന് വിശുദ്ധ മദർ തെരേസ പറയുന്നു. ഇന്നു നമ്മുടെ ജീവിതം ഭ്രാന്തമായ തിരക്കിലും ജ്ഞാനവിജ്ഞാന വിസ്ഫോടന പരമ്പരകളിലും പെട്ട് നട്ടം തിരിയുന്നു. അനുദിനം തലച്ചോറിൽ അനസ്യൂതം വന്നു പതിക്കുന്ന പുത്തൻ അറിവുകൾ ഒരുതരം ഷോക്കാണ് നമുക്കുണ്ടാക്കുക. ഈ അവസ്ഥയിൽ നമുക്കൊരു ഇൻഫർമേഷൻ ഡയറ്റിംഗ് ആവശ്യമാണെന്ന് ചിന്തകനും ചരിത്രകാരനുമായ യുവാൽ ഹരാരി ആവർത്തിക്കുന്നു. അമിതമായി ഭക്ഷണം കഴിച്ച് അജീർണം ബാധിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം നിയന്ത്രിച്ച് ദഹനം ശരിയാക്കി ആരോഗ്യം വീണ്ടെടുക്കുന്നതുമാതിരി അറിവുകൾ കൊണ്ട് അവശ്യമായ തലച്ചോറിന് വിശ്രമം നൽകി ഊർജ്ജസ്വലമാക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് സോളിറ്റ്യൂഡ് അഥവാ ഏകാന്തത? കൈവിട്ടുപോയ മാനസിക ശാരീരികോർജ്ജം വീണ്ടെടുത്ത് ജീവിതത്തെ സന്തുലിതാവസ്ഥയിലാക്കാൻ ഏകാന്തതയ്ക്ക് കഴിയുന്നു. വ്യവസായ വിപ്ലവാനന്തരം യൂറോപ്പിൽ ആകെ പടർന്നു പിടിച്ച സാമൂഹിക അസ്വസ്ഥതയ്ക്ക് കവിയായിരുന്ന ഗെത്തെ നിർദ്ദേശിച്ച പ്രതിവിധി ഗോ ബാക്ക് ടു നേച്ചർ, പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നാണ്. തിരക്കിൽ നിന്നും ഒഴിഞ്ഞ് നിങ്ങൾ ഒറ്റയ്ക്ക് സ്വച്ഛമായി കഴിയുന്ന സമയം പുനർജീവനിയായി പ്രവർത്തിക്കുന്നുവെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഏകാന്തതയ്ക്ക് ഇംഗ്ലീഷിൽ 2 വാക്കുകളുണ്ട്: സോളിറ്റ്യൂഡും ലോൺലിനെസ്സും. സോളിറ്റ്യൂഡ് ആരോഗ്യകരവും ആഹ്ലാദകരവുമായ ഏകാന്തതയാകുമ്പോൾ ലോൺലിനെസ് അങ്ങനെയല്ല. അത് അടിച്ചേൽപ്പിക്കുന്ന ഏകാന്തതയാണ്. ഇത് രോഗാതുര മനസ്സുകളെ സൃഷ്ടിക്കുന്നു. ആഴത്തിൽ ചിന്തിച്ച് ആത്മബോധം വളർത്താനും സ്വതന്ത്രമായ സാധ്യതകൾ പര്യവേഷണം ചെയ്യാനും ഏകാന്തത നിങ്ങളെ പ്രാപ്തരാക്കുന്നു. നിയന്ത്രണമില്ലാതെ സ്വതന്ത്രമായി ഇച്ഛാശക്തി പ്രയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് നവചിന്തകളും കണ്ടുപിടുത്തങ്ങളും പുതുരചനകളും ഉണ്ടാവുന്നു. ഏകാന്തത സ്വയം പുതുക്കലിനുള്ള അവസരമാണ്. ഏകാന്തതയുടെ ഉപാസകനായിരുന്ന വില്യം വേഡ്സ്വർത്ത് കവിത ഏകാന്തതയിൽ ചിന്തകൾ തൂവിമറിഞ്ഞ് പുറത്തേക്കൊഴുകുന്ന സർഗപ്രക്രിയയാണെന്ന് നിർവചിച്ചിരിക്കുന്നു. ഓഡ് ടു സോളിറ്റ്യൂഡ് എന്ന കവിത എഴുതിയ അലക്സാണ്ടർ പോപ്പ് പറയുന്നത്, സ്വന്തം ഭവനത്തിൽ ഏകാന്തതയുടെ സൗന്ദര്യം നുകർന്ന് സൂര്യോദയവും അസ്തമയവും കാണാൻ കഴിഞ്ഞാൽ ഞാൻ ധന്യൻ എന്നാണ്. റോബിൻ ഐലൻഡ് ജയിലിൽ ഏകാന്ത തടവിന് വിധിക്കപ്പെട്ടിരുന്ന കാലത്ത് എത്ര കഠിനാധ്വാനം ചെയ്താണ് തന്റെ മനസ്സിനെ സമനിലയിൽ നിർത്തിയിരുന്നതെന്ന് തന്റെ ആത്മകഥയായ ലോങ് വാക്ക് ടു ഫ്രീഡത്തിൽ നെൽസൺ മണ്ടേല ഹൃദയസ്പർശിയായി എഴുതിയിട്ടുണ്ട്. ഇതാണ് അടിച്ചേൽപ്പിക്കുന്ന ഏകാന്തത. അത് വിഷാദത്തിലേക്കും കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും നയിക്കും. സ്ട്രെസ് ഹോർമോണുകൾ വർദ്ധിക്കും. സാമൂഹ്യ ജീവിയായ മനുഷ്യന് ഊഷ്മളമായ സാമൂഹിക ബന്ധങ്ങൾ കൂടിയേ തീരും. ലോകത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ, അതായത് സന്തുഷ്ട ജീവിത സൂചികയിൽ എന്നും ഒന്നാമത് നിൽക്കുന്ന ഫിൻലൻഡിന്റെ സന്തോഷ രഹസ്യങ്ങളിലൊന്ന് ഒറ്റയ്ക്ക് പ്രകൃതിയോട് ചേർന്ന് അവർ നടത്തുന്ന നീണ്ട പ്രകൃതി നടത്തങ്ങളാണ്. ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ ഒട്ടുനേരം പ്രകൃതിയുടെ വശ്യ സൗന്ദര്യം നുകർന്ന് പ്രകൃതിയോടൊപ്പം കഴിയാൻ കഴിഞ്ഞാൽ ജീവിതം ധന്യം. നമ്മുടെ ഈ ചേർന്നിരിപ്പും കരുതലും പ്രകൃതിക്കും ആവശ്യമാണ്. ഇന്ന് നഗരങ്ങളിൽ ധാരാളം അർബൻ ഫോറസ്റ്റുകളും പൂന്തോട്ടങ്ങളും വൃക്ഷങ്ങളാൽ സമൃദ്ധമായ നടപ്പാതകളും നിർമ്മിക്കുന്നത് അതിനാണ്. നമുക്ക് പ്രകൃതിയും പ്രകൃതിക്ക് നമ്മളും വേണം. സുഭാഷിതം. അവതരിപ്പിച്ചത് ഷേർലി സോമസുന്ദരൻ.